ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു റെട്രോ ഫോക്കസ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡാൻസ് മാരാത്തോൺ എന്ന ടാസ്ക് കഴിഞ്ഞപ്പോൾ 28 കോയിൻസ് നേടി ആര്യനാണ് ടാസ്കിൽ വിജയിച്ചത്. മായാമോഹിനി എന്ന സിനിമയിൽ ദിലീപ് ചെയ്ത മായാമോഹിനി എന്ന സ്ത്രീയുടെ കഥാപാത്രമാണ് ആര്യൻ അവതരിപ്പിച്ചത്. ഫീമെയിൽ കഥാപാത്രമായിരുന്നിട്ടും ആര്യൻ അത് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് കൂടുതൽ പേരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് ആര്യൻ്റെ മായാമോഹിനിയായിരുന്നു. കോയിനുകളുടെ എണ്ണത്തിൽ അനുമോളാണ് രണ്ടാമത്, 18 കോയിൻസ്. കിലുക്ക് എന്ന സിനിമയിൽ രേവതി അവതരിപ്പിച്ച നന്ദിനി എന്ന കഥാപാത്രമാണ് അനുമോൾ ചെയ്തത്. ആ ഒരു ക്യാരക്ടർ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. ഇക്കൂട്ടത്തിൽ പറയാൻ മിസ്സാവാൻ പാടില്ലാത്ത ഒരു ക്യാരക്ടർ കൂടെ ഉണ്ട്, ബിന്നി അവതരിപ്പിച്ച സിക്കന്ദറിന്റെ കഥാപാത്രം. ലൈവ് കണ്ടപ്പോഴൊക്കെ സിക്കന്ദറിന്റെ കഥാപാത്രവും നല്ല രസമായിട്ട് തോന്നിയിരുന്നു. ടാസ്ക് വിജയിക്കുന്ന ആൾക്ക് സ്പെഷ്യൽ പവർ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും കോയിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആ ഒരു രീതിയിലായിരുന്നു. അനുമോൾ വിൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചവരൊക്കെ അനുമോൾക്ക് മാക്സിമം കോയിൻസ് കൊടുത്തു. അനുമോൾക്ക് 18 കോയിൻസ് കിട്ടിയപ്പോൾ അതുവരെ കോയിൻസ് കിട്ടിയവരിൽ നിന്ന് അനുമോൾ വളരെ മുന്നിലായിരുന്നു. പക്ഷേ ഗെയിം അവിടെയും തീർന്നില്ല. ഏത് അക്ബറും നെവിനും ഒക്കെ കൊടുക്കാതെ മാറ്റി വെച്ച മുഴുവൻ കോയിൻസും പിന്നീട് ആര്യന് കൊടുക്കുകയായിരുന്നു. 5 കോയിൻസ് അക്ബറും 9 കോയിൻസ് നെവിനും നൽകി. അത് അനുമോൾക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കി എന്ന് തന്നെ വേണം പറയാൻ. അക്ബർ പറഞ്ഞത് അനുമോളേക്കാൾ മികച്ച പെർഫോമൻസ് ആര്യൻ്റേതായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ആ ഒരു സ്പെഷ്യൽ പവർ കിട്ടാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അത്രയും കോയിൻസ് കൊടുത്തതെന്നും അക്ബർ പറഞ്ഞു. നെവിൻ പറഞ്ഞത് ആ ഒരു സ്പെഷ്യൽ പവർ കിട്ടാൻ അനുമോൾ ഡിസർവിംഗ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് അത്രയും കോയിൻസ് കൊടുത്തതെന്നാണ് പറഞ്ഞത്. എനിവേ ടാസ്കിൽ വിജയിച്ച ആര്യന് എന്ത് സ്പെഷ്യൽ പവറാണ് കിട്ടാൻ പോകുന്നതെന്ന് ബിഗ് ബോസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. സോ ബാക്കിയുള്ള വിശേഷങ്ങളായി പിന്നീട് കാണാം. താങ്ക്